വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ വണ്ടിക്ക് മാക്സിമം മൈലേജ് ഉണ്ടാക്കിയെടുക്കാം. എനിക്കിപ്പോൾ ഇതിനകത്ത് കിട്ടുന്ന മാക്സിമം ഒരു ആവറേജ് കിട്ടുന്ന മൈലേജാണ് ഞാൻ ഈ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 250 cc BS6 വണ്ടിയാണ്. 820 വരുന്ന പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ ഡൊമിനാർ 250 ആണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് കിട്ടുന്ന ആവറേജ് മൈലേജ് ഡെയിലി യൂസും ലോങ്ങും എല്ലാം കൂട്ടി എനിക്ക് ഡെയിലി യൂസിനാണെങ്കിൽ ഒരു 35+ മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലോങ് ഡ്രൈവ് പോകുമ്പം ഏകദേശം ഒരു 40നോട് അടുപ്പിച്ച് മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ എനിക്ക് ആ മൈലേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി, എനിക്ക് എങ്ങനെ ആ മൈലേജ് കിട്ടി എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം കുറേ ഇതായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും മാനുഫാക്ചർ പറയുന്ന ആ ഒരു പ്രഷർ, എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ അത് നമ്മുടെ ഇപ്പം മിക്കവാറും എല്ലാ ബൈക്കിനും ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ എത്രയാണ്, ബാക്കിൽ എത്രയാണ്, പില്ലിയൻ വെച്ചുകൊണ്ട് എത്രയാണ്, സിംഗിളായിട്ട് റൈഡ് ചെയ്യുമ്പോൾ എത്രയാണെന്നുള്ളത് നമുക്കിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മിക്കവാറും എല്ലാ വണ്ടിയിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. അതില്ലെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും ടയർ പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. അത് നമ്മൾ വീക്കിലി ഒരു 500 കിലോമീറ്റർ ഓടുമ്പോൾ നമ്മളൊന്ന് ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും എയർ അടിക്കുക. അത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെയിൻ്റെ കാര്യമാണ്. ചെയിൻ എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കാതെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്താണ് ഉപയോഗിക്കുന്നത്, ലൂബാണെങ്കിൽ ലൂബ് അല്ലെങ്കിൽ ഗിയർ ഓയിൽ എന്താണേലും ഡ്രൈ ആക്കാതെ വെക്കുക. പിന്നെ ചെയിൻ കറക്റ്റ് പ്രോപ്പർലി ടൈറ്റ് ചെയ്യുക. ഏകദേശം ഒരു 500-600 കിലോമീറ്ററിൽ എന്തായാലും ചെയിൻ ലൂബ് ചെയ്യണം. ഗിയർ ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്താണെങ്കിലും അത് ചെയ്യുക. പിന്നെ ചെയിൻ ലൂസാണെങ്കിൽ അതും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓടിക്കുന്ന പോലെ ഇരിക്കും ഇപ്പോൾ ചെയിൻ ലൂസാകുന്ന കൂടുതലും. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 1000 കിലോമീറ്ററൊക്കെയാണ് എനിക്ക് ചെയിൻ കൂടുതൽ ലൂസായി വരുന്നത്. അതനുസരിച്ച് ഞാൻ ടൈറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഒരു 500 കിലോമീറ്ററിൽ ചെയിൻ ലൂബ് ചെയ്യാറുണ്ട്. ലൂബല്ല, ഞാൻ ഗിയർ ഓയിലാണ് ഉപയോഗിക്കുന്നത്, അത് ചെയ്യാറുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സ്റ്റൈലിലാണ്, ഓടിക്കുന്ന രീതി. എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്ന പോലെ നമുക്ക് മൈലേജ് തരുന്നത്. അത് ഏത് വണ്ടിയാണെങ്കിലും, കാറാണെങ്കിലും ബൈക്കാണെങ്കിലും നമ്മളെങ്ങനെ അത് ഡെലിവറി കൊടുക്കുന്ന ആ ഒരു വണ്ടി യൂസ് ചെയ്യുന്ന രീതി, അതനുസരിച്ച് വണ്ടിക്ക് മൈലേജ് കിട്ടും. പിന്നെ ഈ ഫ്യൂൽ പമ്പുള്ള വണ്ടിക്ക് ഏകദേശം ഒരു 2 ലിറ്ററൊക്കെ ഒരു മെയിൻറ്റെയിൻ ചെയ്താണ് നമ്മുടെ പമ്പിന് നല്ലത്. മൈലേജ് കൂടുതൽ കിട്ടുന്നല്ല, ഫ്യൂൽ പമ്പിന് ഏറ്റവും നല്ലത് കുറച്ച് പെട്രോൾ മെയിൻറ്റെയിൻ ചെയ്തിടുന്നതാണ്. അതായിരിക്കും ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ പമ്പിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. കാർബറേറ്റർ വണ്ടിക്കൊന്നും കുഴപ്പമില്ല, ഫ്യൂൽ പമ്പായിട്ട് വരുന്ന വണ്ടികൾക്ക് ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതി ഏത് ബൈക്കിന് വേണമെങ്കിലും നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ബൈക്കിന് കിട്ടുന്ന മൈലേജാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ രീതി ചെയ്യുന്നതുകൊണ്ട് അത് നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും നോക്കാം. ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ നമ്മൾ ഓടിക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എല്ലാ ഗിയറിലും കട്ട് ഓഫ് അടിച്ച് ഓടിക്കാതെ ഒരു മയത്തിൽ വണ്ടിയുടെ ആ സ്പീഡിന് ഏത് ഗിയർ വേണം, ഇപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, അപ്പോൾ ആ ഗിയറിന് ഏത് സ്പീഡിലാണ് ആ ഗിയർ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്ററായിട്ട് വണ്ടി സ്മൂത്തായിട്ട് റൺ ചെയ്യാനും അതനുസരിച്ച് നമുക്ക് ആ ഒരു മൈലേജ് കിട്ടാനും ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് വരുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും മൈലേജിൻ്റെ കാര്യം. യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ റൈഡിങ് സ്റ്റൈൽ നമ്മുടെ, അപ്പം നമ്മളിപ്പം അത്യാവശ്യം ഒരു കൈ കൊടുത്തല്ലെങ്കിൽ RPM അടിച്ച് ഓടിക്കുന്ന ആളാണെങ്കിൽ എന്തായാലും നമുക്ക് മൈലേജ് കുറവേ കിട്ടത്തുള്ളൂ. അതേപോലെ നമ്മൾ സ്മൂത്ത്, അപ്പം ആ ഗിയറിന് ഏത് സ്പീഡിൽ ആ ഗിയർ ഇടണം, ആ രീതിക്ക്. ഇപ്പോൾ പല വണ്ടിക്കും പല രീതിയിലായിരിക്കും ഇടുന്നത്, വേരിയേഷൻ വരും, ഗിയറിങ് പല രീതിയിലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ വണ്ടിയുടെ മനസ്സിലാവും. കുറച്ച് ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ആർക്കാണെങ്കിലും പിടി കിട്ടും. അതനുസരിച്ച് ഗിയറിങ് സ്പീഡിനനുസരിച്ച് ഗിയർ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് മൈലേജ് അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. എനിക്ക് ഈ വണ്ടിയെ കിട്ടുന്നത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഷട്ടിലാണെങ്കിലും സിറ്റി ഡ്രൈവ് ഒക്കെ ആണെങ്കിലും ഏകദേശം 35 മേളിലും, ലോങ് പോകുമ്പോൾ എനിക്കൊരു 40 അല്ലെങ്കിൽ ഒരു 39-40 ആ റേഞ്ചിലേക്ക് കിട്ടി. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓടിക്കുന്ന രീതിയാണ്. അപ്പം ഞാൻ ഓടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു കൂടുതൽ ഞാൻ അതായത് ഇപ്പം ഞാൻ പോകുന്ന ഷട്ടിലാണെങ്കിൽ ലോങ് ഓടിക്കുമ്പോൾ ഞാൻ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്പീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 60 to 70 ആ റേഞ്ച്, അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു 80. അപ്പോൾ ഞാൻ ഏറ്റവും നല്ല എനിക്ക് മൈലേജ് തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു 3500 RPM 60 to 70 കിലോമീറ്റർ സ്പീഡിൽ, ആ സ്പീഡിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുമ്പോഴാണ് എനിക്ക് ഏകദേശം ഒരു 40 കിലോമീറ്റർ മൈലേജ് തന്നിട്ടുള്ളത്.
60-ൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് നോക്കിങ് വരും. 6th ഗിയറിലല്ലേ പോകുന്നത്, അപ്പം നമുക്ക് നോക്കിങ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 60-ന് മേളിലോട്ട് 60 to 70 ആ റേഞ്ചിൽ സ്പീഡിൽ ഒരു 3500 RPM ഞാൻ ഓടിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് ഈ വണ്ടി കിട്ടിയിരിക്കുന്നത്. ഇത് ഡോമിനാർ 250 ആണ്. ഒന്നുകൂടെ ഞാൻ പറയുവാണ്, ഈ വണ്ടിക്ക് എനിക്ക് ആ ഒരു രീതിയിൽ ഓടിച്ചപ്പോഴാണ് മാക്സിമം എനിക്ക് മൈലേജ് കിട്ടിയത്. അതായത് എനിക്ക് കിട്ടിയ മൈലേജാണ് ലോങ് ഡ്രൈവ് 40, അതായത് എനിക്ക് ചെറിയൊരു ഓട്ടങ്ങൾ സിറ്റി അങ്ങനെയുള്ള ഡ്രൈവിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 35-36 കിട്ടുന്നുണ്ട്. ലോങ് പോകുമ്പോൾ എന്തായാലും എനിക്ക് 40 കിട്ടിയിട്ടുണ്ട്. 41 ക്ലസ്റ്ററിൽ കാണിക്കുന്നുണ്ട്, 41, 42, 43 വരെ എനിക്ക് ക്ലസ്റ്റർ കാണിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം. പക്ഷെ അത് കറക്റ്റാണെന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പം എനിക്ക് ഏകദേശം ഒരു, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 40 അടുപ്പിച്ച് 40 ആ റേഞ്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഡെയിലി യൂസിന് എനിക്ക് എന്തായാലും ഒരു 35-36 റേഞ്ചിൽ എന്തായാലും എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഡെയിലി യൂസിന് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 3500 RPM 60 to 70 കിലോമീറ്റർ സ്പീഡിലാണ് ഞാൻ വണ്ടി യൂസ് ചെയ്യുന്നത്. അധികം കൈ കൊടുത്ത് ഓടിക്കാറില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു 6ാമത്തെ ഗിയറിലാണ് ഞാൻ കൂടുതലും പോകുന്നത്. 5 ഗിയർ, 6 ഗിയർ, അങ്ങനെ 5, 6 ആ ഗിയറിലാണ് ഞാൻ കൂടുതലും ഡ്രൈവ് ചെയ്യുന്നത്. അതനുസരിച്ച് എനിക്ക് ഏകദേശം ഒരു 36 കിലോമീറ്റർ മൈലേജ് എനിക്ക് ഈ വണ്ടി തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോമിനാർ 250ക്ക് എന്തായാലും ഒരു 3500 RPM ഒരു 60 to 70 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ലോങ് ഡ്രൈവ് ആണെങ്കിൽ ഏകദേശം ഒരു 40 കൺഫേം ആയിട്ട് 40 കിട്ടും. അല്ലാതെ ഡെയിലി യൂസിനാണെങ്കിൽ ആ സ്പീഡ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 35 അതും കൺഫേം ആയിട്ട് കിട്ടും. എനിക്കിപ്പോൾ ഡെയിലി ഞാൻ യൂസ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇപ്പം വണ്ടി ഏകദേശം ഒരു 5000 കിലോമീറ്റർ മേളിലായി. ഞാൻ അത്ര നാൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഡെയിലി ചെക്ക് ചെയ്ത് നോക്കി, ഒത്തിരി പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കിയിട്ട്, ഒരു തവണ 2 തവണ ഞാൻ കുറേ തവണ ചെക്ക് ചെയ്ത് നോക്കിയിട്ടും എനിക്ക് ആ മൈലേജ് തന്നെ കിട്ടുന്നുണ്ട്. ഏകദേശം ചെറിയ ഓട്ടത്തിനേക്കാൾ 35 കിലോമീറ്ററും കിട്ടുന്നുണ്ട്. ലോങ് ഡ്രൈവിന് 40 കൺഫേം ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡോമിനാറുള്ള യൂസേഴ്സ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞാൽ ഒരു 3500 RPM 60 to 70 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഡോമിനാർ 250 BS6 വണ്ടിക്ക് ഏകദേശം 40 അടുപ്പിച്ച് തന്നെ മൈലേജ് കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ റൈഡിങ് സ്റ്റൈൽ ഒഴിക്കും കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 3500 RPM 60 to 70 കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും, അപ്പോൾ നമ്മുടെ റോഡിനെ ബേസ് ചെയ്തും കൊണ്ടിരിക്കും. ഞാൻ നോക്കിയിട്ടുള്ള നല്ല, അതായത് വലിയ കയറ്റവും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു റോഡായിരുന്നു. എന്നാലും എനിക്ക് ഏകദേശം ഒരു ആ കിലോമീറ്റർ തന്നെ എനിക്ക് ഈ വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 40 സംതിങ് അത്രയും കിലോമീറ്റർ കിട്ടിയിട്ടുള്ളൂ. അപ്പം നമ്മുടെ എല്ലാവരുടെയും വണ്ടിയിൽ പല രീതിയിലായിരിക്കും, ഗിയറിങ്ങും എല്ലാം പല രീതിയിലായിരിക്കും. അപ്പം ജസ്റ്റ് ഈ ഡോമിനാർ ഉള്ളവർ ഇതൊന്ന് ചെക്ക് ചെയ്യുക. ബെറ്റർ മൈലേജ് കിട്ടുന്നതാണ്, എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. എനിക്ക് എക്സ്പീരിയൻസ് ആയതാണ് ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തത്. ഇത് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും എനിക്ക് കിട്ടിയത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്.